ഇന്ന് പകൽക്കാലം പാട്ടുകാരൻ പറഞ്ഞതുപോലെ യോഗ്യതകളൊന്നും ഉണ്ടായിട്ടല്ല, ചേറ്റിൽ കിടന്ന, അല്ലേ, അതങ്ങനെ തന്നെ പറയാൻ കഴിയും. ചേറ്റിൽ കിടന്ന എന്നെ കർത്താവ് കരം പിടിച്ച്, അല്ലെ, സ്നേഹം തന്ന് ചേർത്ത് നിർത്തി ഇവിടെ നിർത്തിയെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ പറയാൻ യോഗ്യതകളൊന്നുമില്ല. സ്തോത്രം. ദൈവം നമ്മളെ അതിശയകരമായി, അത്ഭുതകരമായി, അല്ലെങ്കിൽ കർത്താവ് മാനിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾക്ക് വേഗത്തിൽ വചനത്തിലേക്ക് കടന്നു പോകാം. അതിനാധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. അടുത്ത ഒരു ഭാഗം വായിക്കാം. മരിച്ചവൻ പുറത്തു വന്നു. മതി. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തെ ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. ഞാനൊന്നൊരു വ്യക്തി ഇവിടെ നിൽക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് അടിയന്റെ നാവിൽ കൂടെ സംസാരിക്കുമരകണമേ. ഈ വചനം ഇവിടെ കടവന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഒരു അനുഗ്രഹമായി, അടിയനും ഒരു അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കുമരകണമേ. അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്ത്, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ആ സാഹചര്യം അറിയാം. എന്താണ് ബെഥാനിയയിൽ നടന്ന സംഭവം. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ 43-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താ? ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. കർത്താവ് അവിടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. അകത്തു മരിച്ചു കിടക്കുന്ന, അത് 1-2 ദിവസമല്ല, 4 ദിവസമായി മരിച്ചു കിടക്കുന്ന, നാറ്റം വച്ചിരിക്കുന്ന ലാസറിനെ കർത്താവ് വിളിക്കുകയാണ്. എങ്ങനെ വിളിക്കുന്നു? ഉറക്കെ വിളിക്കുന്നു. ചെറുതെ അല്ല കർത്താവ് വിളിക്കുന്നത്. ലാസറിനെ വിളിക്കുന്നത് ഉറക്കെയാ. വിളിക്കുന്ന വിളി, ലാസറേ പുറത്തു വരിക. ആമേൻ. സ്തോത്രം. ആ ഒരു വിളിക്കകത്ത് പാസ് ചെയ്യുന്നൊരു ജീവന്റെ ശബ്ദം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ, യേശു കർത്താവിന്റെ നാവിൽ നിന്നൊരു ലാസറേ എന്നൊരു വിളി പുറപ്പെടുമ്പോൾ ആ വിളിക്കകത്തുണ്ട് ജീവൻ. ആമേൻ. സ്തോത്രം. മരിച്ചവനാ അകത്ത് കിടക്കുന്നത്, പക്ഷെ ജീവദാതാവാ പുറത്ത് നിൽക്കുന്നത്. ജീവൻ തന്ന് നിലനിർത്തിയ കർത്താവ് പുറത്തു നിൽക്കുമ്പോൾ ജീവനറ്റകത്ത് കിടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഒരു പക്ഷെ ശത്രു മേഖലകൾ ഒരുക്കി നിന്റെ ജീവനറ്റ് കളയിച്ച്, അല്ലെങ്കിൽ മരിച്ചെന്ന് കരുതിയ വിഷയങ്ങളുമായി അകത്ത് കിടക്കുമ്പോൾ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുകയാ, മകളെ, മകനെ, നിന്റെ മുൻപിൽ വന്ന് ഞാനാ വിളിക്കുന്നത്. നിനക്ക് ജീവൻ തന്ന കർത്താവ് ഇന്നു പകൽക്കാലം നീ അകത്ത് കിടക്കാതെ പുറത്തു വാ. ഹല്ലേലൂയ. അകത്തു കിടന്നതു മതി, ഇനി നീ അകത്ത് കിടക്കേണ്ടവനല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വിളിക്കകത്ത് പുറപ്പെട്ടൊരു ജീവന്റെ ശക്തിയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുന്നമേ കർത്താവ് പറയുന്നു, അതിൻ്റെ 39-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിനകത്ത് വിളിക്കുന്നതിന് മുൻപ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതെന്താ പ്രവൃത്തി? കല്ലു നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു, അല്ലേ? വിളി നടക്കുന്നതിന് മുന്നമേ തടസ്സമായി നിന്ന ചിലതിനെ കർത്താവ് എന്താ മാറ്റാൻ പറയുക, അല്ലേ? അത് ആരെടുത്തു വെച്ച തടസ്സമാണോ അത് അവരെ കൊണ്ട് തന്നെ മാറ്റിക്കുക. ഈ നാളുകളിൽ നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു, പക്ഷെ അതിനു മുമ്പ് ഒരു പ്രവൃത്തി ചെയ്തു. നമ്മളെ പുറത്തു വരാതെ തടസ്സമായി നിന്നൊരു കല്ലുണ്ടായിരുന്നു. നമ്മൾ ജീവൻ പ്രാപിക്കാതെ പുറത്തു വരാതിരിക്കത്തക്കൊണ്ടുള്ള ഒരു വലിയൊരു തടസ്സം മുൻപിലുണ്ടായിരുന്നു. കർത്താവ് ആദ്യം അതിനെയാ നീക്കിയത്. എന്തിനെയാ? കല്ലിനെ മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ആത്മീകമാകുന്ന ജീവിതത്തിനകത്തും ഭൗതിക തലത്തിനകത്തും പുറത്തു വരാതിരിക്കത്തക്കവണ്ണം, ജീവൻ ശേഷിക്കാതിരിക്കത്തക്കവണ്ണം അടച്ചകത്തു വെക്കുമ്പോൾ ശത്രു ആദ്യം ചെയ്യുന്നത് നിന്റെ വഴികളെ അങ്ങ് ക്ലോസ് ചെയ്യും. പക്ഷെ ആ വഴി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജീവനറ്റകത്ത് ജീവൻ പ്രാപിച്ചാൽ പോലും പുറത്തു വരാൻ കഴിയാതെ വണ്ണം നിനക്ക് അവിടെ ഒരു തടസ്സമുണ്ട്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യം നിന്റെ തടസ്സത്തെ മാറ്റും. ആമേൻ. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്നു പകൽക്കാലം യേശു കർത്താവ് എൻ്റെ ജീവിതത്തിന് മുൻപിൽ വന്നാൽ മരിച്ച വിഷയങ്ങളായിരിക്കാം, ഞാൻ അകത്തിരിക്കുകയാ, പക്ഷേ കർത്താവ് പറയുക, ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഹല്ലേലൂയ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചവനാ. അതുകൊണ്ട് തന്നെ അകത്തടച്ചിരിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആദ്യം കല്ലിനെ മാറ്റി. അത് കർത്താവിന് മാറ്റാൻ കഴിയാഞ്ഞിട്ടല്ല,
കല്ലല്ല. ആരുരുട്ടി വെച്ചോ അവരെ കൊണ്ട് തന്നെ കല്ലു മാറ്റിച്ചോ യേശുവിന്റെ നാമത്തില്. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു ഏതൊക്കെ മേഖലയിൽ ഒരു കല്ലെടുത്തു വെച്ചിട്ടുണ്ടോ, അത് ഏതു വിധത്തിലാണോ വെച്ചിരിക്കുന്നത്, ഇന്ന് പകൽക്കാലം കർത്താവ് തന്നെ ശത്രുവിനോട് തന്നെ കൽപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് പുറത്തു വരാൻ കഴിയാത്ത കല്ലിനെ ഉരുട്ടി മാറ്റും കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ ജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നടത്തുന്നത് യേശു കർത്താവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇന്നു പകൽക്കാലം ശക്തിയോടെ പറ, ഞാൻ പുറത്തു വരും. ആമേൻ, സ്തോത്രം. ഞാൻ ജീവൻ പ്രാപിച്ചു പുറത്തു വരും. കാരണം എന്നെ വിളിക്കുന്നത് ഒരു മനുഷ്യനല്ല, എന്നെ വിളിക്കുന്നത് ഒരു പ്രസ്ഥാനമല്ല, എന്നെ വിളിക്കുന്നത് യേശു കർത്താവാ, ജീവന്റെ ദാതാവാ. എനിക്ക് ജീവൻ തന്നവനായി ഇന്ന് പകൽക്കാലം എന്നെ വിളിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് അതിനു മുമ്പേ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ മാറ്റി കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനകത്ത് മാറ്റിയതിന് ശേഷം, മാറ്റുമ്പോൾ പറയുന്നുണ്ട് അല്ലേ, തൻ്റെ സഹോദരി പറയുന്നുണ്ട്, നാറ്റം വെച്ചു 4 നാളായി അല്ലേ. ഹല്ലേലൂയ. ഇന്നു പകൽക്കാലവും നമ്മളോട് പലരും പറഞ്ഞതല്ലേ, ഇനി അതിനകത്തൊരു വിടുതലില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞു പോയതാണ്, അതിനകത്തൊരു വിഷയത്തിന് മറുപടി ഇല്ല. പക്ഷെ കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ എത്ര നാറ്റം വെച്ച വിഷയമായാലോ, എത്ര പഴകിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര നിന്റെ ഓൾഡായിട്ട് നീ തന്നെ തള്ളിക്കളഞ്ഞല്ലേ. നമ്മൾ പോലും വിചാരിക്കും ചില സമയമോ, ഇനി അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതിനകത്തിന് പ്രാർത്ഥിക്കേണ്ട. പക്ഷെ കർത്താവ് പറയുന്നു, നീ ഒരു ദൈവ പൈതലാണോ, ഞാനൊരു ദൈവ പൈതലാണോ, എൻ്റെ ഉള്ളിൽ ജീവൻ വെക്കണം. കാരണം ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാ, അല്ലെങ്കിൽ വാക്കു മാറാത്ത ദൈവമാ. ഒരിടത്തും എന്നെ ആർക്കും കെട്ടിയിടാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ വന്ന് വിളിക്കുന്ന ദൈവശബ്ദം അത് യേശുവിൻ്റെ ശബ്ദമാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ ശത്രുവിന് കഴിയത്തില്ല, ഒരു കെട്ടിനും കഴിയത്തില്ല. ദൈവശബ്ദം പുറപ്പെടുമ്പോൾ അല്ലേ, വചനത്തിൽ പറയുന്നു, ദൈവശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്നല്ലേ. അല്ലെങ്കിൽ അത്ര വീര്യമുള്ളതാ ദൈവത്തിന്റെ ശബ്ദം. കർത്താവിന്റെ ശബ്ദം എന്ന് വിളിക്കുമ്പോൾ മകളെ എന്നൊരു വിളി മതി അല്ലേ, മകനെ എന്നൊരു വിളി മതി. അതിനകത്തു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. അതിനകത്ത് പറയുക 43-ാം ഭാഗത്തിൽ നമ്മൾ വായിച്ചെടുത്ത് പറയുന്നു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഉറക്ക വിളിച്ചപ്പോൾ ഹല്ലേലൂയ മരിച്ചവൻ പുറത്തു വന്നല്ലേ. പുറത്തു വന്നത് ആരാ? മരിച്ചവനാ. അത് വ്യക്തമായി പറയുന്നു, മരിച്ചവൻ തന്നെയാ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ വന്നത്. അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ പുറത്ത് വിടുതൽ പ്രാപിച്ചു പുറത്തു വരുന്നത് ലാസർ അല്ലെ, മരിച്ചവൻ തന്നെയാ. പക്ഷെ അവിടെ എന്താ, മരിച്ചവനായിട്ടാണോ പുറത്തു വന്നത്? ജീവൻ പ്രാപിച്ചാ വന്നത്. കാരണം എന്താ? യേശു കർത്താവ് വിളിച്ചു, എനിക്കിനി അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ യേശുപ്പൻ്റെ ശബ്ദം ഞാൻ എൻ്റെ കാതിൽ കേൾക്കുക, എനിക്കിനി അതിനകത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ലോകത്തിന്റെ ഏതൊക്കെ മേഖലകൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാലോ എനിക്കതിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അകത്തിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, അല്ലെങ്കിൽ നിന്നെ കർത്താവ് ഇന്ന് പകൽക്കാലം വിളിക്കുക, പുറത്തു വാ. ആമേൻ, സ്തോത്രം. അകത്തളങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവെ ഇനി എനിക്കൊരു വിടുതലില്ല, ഇനി ഞാൻ മടങ്ങി വന്നാൽ ഹല്ലേലൂയ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആകുലപ്പെട്ടോ ഭാരപ്പെട്ടോ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. അല്ലെങ്കിൽ കർത്താവ് വിളിക്കുന്നു, പുറത്തു വാ. ജീവൻ പ്രാപിച്ചവൻ, ജീവൻ തരാൻ യോഗ്യനായവൻ, ജീവനുള്ളവൻ വിളിക്കുമ്പോൾ മരിച്ചവനായിട്ട് ആർക്കും അകത്തിരിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഏതു മരിച്ച ശക്തിയും പുറത്തു വന്നേ പറ്റൂ. ആമേൻ, സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് മനുഷ്യർ വിളിച്ചാൽ പുറത്തു വരത്തില്ല. ഒരു മനുഷ്യൻ പറഞ്ഞാൽ ആശ്വാസമാകാൻ നമ്മൾക്ക് കഴിയത്തില്ല. മനുഷ്യന്റെ വാക്കുകൊണ്ട് നമ്മൾക്ക് ആശ്വസിക്കാൻ പറ്റത്തില്ല. പല മേഖലകളിലും അതിനൊക്കെ ഒരു പരിധികളുണ്ട്. പക്ഷെ കർത്താവിന്റെ ശബ്ദം അധികം ഒന്നും കേൾക്കണ്ട, ഒരൊറ്റ വിളി മതിയല്ലേ. ഹല്ലേലൂയ. എവിടെയാ ഒളിച്ചിരുന്നത്, അല്ലെങ്കിൽ എവിടെയാ കൊണ്ടുവന്ന് മറച്ചു വെച്ചിരുന്നത്, അവിടെ നിന്ന് കർത്താവ് പുറത്തെടുത്തു അല്ലെ. പുറത്തു വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവന്റെ കൈയും കാലും എന്താ, ശീല കൊണ്ട് കെട്ടി മുഖം റൂമാല് കൊണ്ട് മൂടിയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദ പ്രമാണം അനുസരിച്ച് ഏതു മനുഷ്യൻ മരിച്ചാലും അവരെന്താ, വെള്ള വസ്ത്രം കൊണ്ട്, എന്താ, ശുദ്ധമായ ശുഭ്രവസ്ത്രം കൊണ്ട് അവരെ മൂടും. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച്, ഇവിടെ നമ്മൾ പറയുന്നത് ഓരോരുത്തർക്കും സൂട്ടും അങ്ങനൊന്നും അല്ല. അവിടെ എല്ലാം ഏകരാണ് എന്ന് വെച്ചാൽ മരിച്ചാൽ അല്ലെ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളെല്ലാം ഒന്നാണെന്ന് കാണിക്കുന്നതിനുമായിട്ട് അതുമായിട്ട് സാമ്യപ്പെടുത്തിയാൽ ആണ് മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും എന്താ, വെള്ള റൂമാൽ കൊണ്ട് കെട്ടി ഒരുപോലെ വെക്കുന്നത്. പുറത്തു വരുമ്പോൾ എന്താ, അല്ലെങ്കിൽ മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു, കൈയും കാലും ശീല കൊണ്ട് കെട്ടിയിരുന്നു അല്ലേ. കെട്ടിയിരുന്നിട്ട് പോലും
വിളിക്ക് പുറത്തു വന്നല്ലേ. നമ്മളെ ഒരു മനുഷ്യൻ മൊത്തം ചുറ്റിക്കെട്ടി വെച്ചിരുന്ന നമ്മൾ എങ്ങനെയാണ് നടന്നു പുറത്തു വരുന്നത്? പക്ഷേ അല്ലെ ലോകത്തിന് ചിന്തിക്കാൻ കഴിയും എങ്ങനെ പുറത്തു വന്നെന്നല്ലേ. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ദൈവത്തിന്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ ആര് കെട്ടിവെച്ചാലും ആര് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് മുദ്ര വെച്ചാലും ദൈവശബ്ദം കേട്ടാൽ പുറത്തു വന്നേ പറ്റൂ, പുറത്തു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മളെ അകത്തളങ്ങളിൽ അടച്ചു വെച്ചിരിക്കുന്ന ശത്രുവിന് ജയിക്കാൻ ഒന്നുമില്ല. അവന്റെ മുഖത്ത് നോക്കി പറയണം, പന്ന പിശാചേ, എന്റെ കർത്താവ് എന്റെ മുമ്പിൽ വന്ന് വിളിച്ചാൽ എനിക്ക് പുറത്തു വരാൻ കഴിയോ? എനിക്ക് അകത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയുടെ മുൻപിൽ വന്ന് കർത്താവ് വിളിക്കുക, പുറത്തു വാ. ഹല്ലേലൂയ. കർത്താവ് പുറത്തു വന്നിട്ട് വിളിക്കുക, മകനെ മകളെ പുറത്തു വാ. ഇനി നീ അകത്തിരിക്കേണ്ടവളല്ല, ഇനി നീ അകത്തിരിക്കേണ്ടവനല്ല. കർത്താവിന്റെ ശബ്ദം കേട്ടാൽ പുറത്തു വരും. ഹല്ലേലൂയ. ഒരു കെട്ടും അതിന് തടസ്സമാകത്തില്ല. ഹല്ലേലൂയ. കെട്ടിവെച്ചാൽ കർത്താവിന് അറിയാം എന്തോ ചെയ്യണമെന്നല്ലേ. ഹല്ലേലൂയ. കെട്ടുകളുമായി പുറത്തു വരുന്ന ലാസറിനോട് കർത്താവ് പറഞ്ഞില്ല കെട്ടുകൾ അഴിയട്ടെ എന്ന്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ എന്താ? കെട്ടുകളെ അഴിപ്പീനെന്നല്ലേ. അവിടെ കെട്ടിവെച്ചവർ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രസന്റ്ലി അവിടെ ഉണ്ട്. ഇവിടെ എന്ത് നടക്കുമെന്ന് കാണാൻ ഹല്ലേലൂയ അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുക, നിങ്ങളല്ലേ കെട്ടിയത്, കെട്ടഴിക്ക്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിലും ഭൗതിക തലത്തിലും ഏതൊക്കെ മേഖലയിൽ ശത്രു കെട്ടിയിട്ടുണ്ടോ, എവിടെയൊക്കെ ബന്ധനങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം കർത്താവിന്റെ പ്രസൻസ് വെളിപ്പെട്ട് കർത്താവിന്റെ വിളിക്കനുസരിച്ച് പുറത്തു വന്നാൽ ഹല്ലേലൂയ, കർത്താവ് പിന്നെ ഭാരപ്പെടേണ്ട. പുറത്തൊന്ന് വരാൻ പറ്റിയാൽ മതി, ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റിയാൽ മതി. പുറത്തു വന്നാൽ ബാക്കി ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. എങ്ങനെ നിന്റെ കെട്ടുകളെ അഴിക്കണമെന്ന് കർത്താവ് പറയാ. കെട്ടുകളും ബന്ധനങ്ങളും ശത്രു വിട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ആ ബന്ധനങ്ങൾ അഴിക്കാൻ ഹല്ലേലൂയ യോഗ്യനായി ഒരുവനാ ഞാൻ. അത് ആര് കെട്ടിയോ അവനെ കൊണ്ട് തന്നെ അഴിപ്പിക്കും കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും വാഴ്ചത്വങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന മേഖലകളുണ്ടോ? കർത്താവ് പറയുന്ന, അടച്ചു വെച്ചവനെ കൊണ്ട് ഞാൻ അഴിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളാണ് നമ്മൾ വിടുതൽ പ്രാപിച്ചിട്ടുള്ളത്, ദൈവമക്കളെ നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. ഏതൊക്കെയോ മേഖലകളിൽ എന്നെ കെട്ടിവെച്ചിരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവശബ്ദം കേട്ട് ഞാൻ പുറത്തു വന്നപ്പോ എന്റെ കെട്ടുകൾ അഴിഞ്ഞു, എന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. എങ്ങനെയാ അഴിഞ്ഞത്? കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ പിശാചിന് അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽപ്പാൻ പറ്റത്തില്ല, അഴിച്ചേ പറ്റൂ. ഹല്ലേലൂയ. അവിടെ എന്താ? അഴിക്കുകയല്ല, അഴിഞ്ഞു പുറത്തു വന്നു. എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താ? അവൻ പോകട്ടെ എന്നല്ലേ, പോകട്ടെ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അഴിച്ചു പുറത്തു വന്ന പിന്നെ അവൻ ഫ്രീയാ അല്ലേ. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് ബന്ധനങ്ങൾ അഴിഞ്ഞു പുറത്തു വന്നാൽ ആ ഒരു വ്യക്തി പിന്നെ ഫ്രീയാ. കർത്താവ് ഫ്രീ ആയിട്ട് വിടും. അവൻ പോകട്ടെ. എന്തിനാ? അവനൊരു സാക്ഷ്യമാ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഹല്ലേലൂയ പുറത്തു വരാൻ കഴിയാതെ അകത്തിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ട് പുറത്തു വന്നാൽ മാത്രം പോരാ. ഹല്ലേലൂയ. പുറത്തു വന്നാൽ അല്ലെങ്കിൽ ചില കെട്ടുകളെ അഴിച്ചു കഴിഞ്ഞാൽ നീ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാ. അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാ. പിന്നെ നമുക്ക് എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. ദൈവ ശബ്ദവുമായി നമ്മൾ എന്താ? ഹല്ലേലൂയ ഓടും. ഹല്ലേലൂയ. അല്ലെങ്കിൽ കെട്ടുകൾ അഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ? സ്വാതന്ത്ര്യം പ്രാപിച്ചവരാ. സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ നാമോമേന്തി ഭൂമിയുടെ അറ്റങ്ങളോളം നിങ്ങൾ സാക്ഷ്യമാകണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എവിടെയൊക്കെ അയക്കുന്നു അവിടെയൊക്കെ നമ്മൾ സാക്ഷികളാ. ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു കല്ലറയുടെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അധ്യായം കൂടെ വായിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ. അവർ നോക്കിയാരെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായി. ആമേൻ. മതി. ആമേൻ. സ്തോത്രം. നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് വേറൊരു കല്ലറയല്ലേ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയല്ലേ, അടക്കിയ കല്ലറയ അവിടെ കാണുന്നത്. കഴിഞ്ഞ ഒരു നിമിഷം മുമ്പ് നമ്മൾ കണ്ടത് ലാസറിന്റെ കല്ലറയാ. അകത്ത് കിടക്കുന്നത് ലാസറാ, പക്ഷെ പുറത്ത് നിൽക്കുന്നത് ആരാ? ജീവൻ കൊടുത്തവനാ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് നമുക്ക് ജീവൻ തന്ന യേശുക്രിസ്തു അകത്തിരിക്കുക അല്ലെ, അകത്ത് കിടക്കുക. അതാ മനുഷ്യർ വന്നവരുടെയും ചിന്ത അത് അകത്തുണ്ട് എന്നുള്ള ചിന്തയിൽ. പക്ഷെ അവിടെ വന്നൊരു 3 സഹോദരിമാരുടെ ഒരു ഒരുക്കം അവിടെ കാണിക്കുന്നുണ്ടല്ലേ. അതിനകത്ത് 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ സുഗന്ധവർഗം പൂശേണ്ടതിന് എന്താ? അവർ 2-ാം വാക്യത്തിൽ പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ
ആദ്യകാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ വന്നു. അവരുടെ ഒരു ഒരുക്കം കണ്ടോ? ആദ്യകാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവിടെ വരണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി അല്ലേ? അവർ ഇറങ്ങി യാത്ര ചെയ്യാൻ അതിരാവിലെ എഴുന്നേറ്റ് വരാനുള്ളൊരു ഒരുക്കം ഉണ്ടല്ലോ. ആ ഒരുക്കം തുടങ്ങിയത് തലേന്നേ തുടങ്ങിയതാ. ദൈവമക്കളെ, നമ്മളൊരു ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എത്ര പേർക്ക് ആ ഒരു ഒരുക്കമുണ്ട് അല്ലേ? ഇവിടെ എന്താ, യേശുവിനെ കാണാനും യേശുവിനെ അനുഭവിക്കാനും അല്ലേ നമ്മൾ വരുന്നത് അല്ലെ? ഓടി വന്ന് രാവിലെ എഴുന്നേറ്റ് അല്ലെ, അങ്ങനെ ഒരു അനുഭവം. അതോ തലേന്നേ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ? കർത്താവെ, നാളത്തെ ആരാധന അനുഗ്രഹമാക്കണേ അപ്പ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, സ്തോത്രം. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കണം അല്ലെ? തലേന്ന് രാത്രി നമ്മൾ നാളെ നടക്കുന്ന ആരാധനയ്ക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ, അവിടെ ശുശ്രൂഷ ചെയ്യുന്നവര് അല്ലെ വർഷിപ്പ് ചെയ്യുന്നവര്, എല്ലാവിധമായ ശുശ്രൂഷ ചെയ്യുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടെ യേശുപ്പ അങ്ങയുടെ പ്രസൻസ് അവിടെ വെളിപ്പെടണം, എനിക്ക് അനുഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചൊരു ഒരുക്കത്തോടെ കടന്നു വരാമെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്താ, ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെട്ടിടത്ത് എന്താ, കല്ലുരുട്ടി മാറിയിരുന്നു അല്ലേ? ഇതേ അനുഭവത്തിൽ നമുക്ക് വിടുതൽ പ്രാപിച്ചു പോകാൻ കഴിയോ? എന്തുകൊണ്ടാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതലില്ലാതെ മടങ്ങിപ്പോകുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഒരുക്കമില്ലായ്മ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ മറ്റെങ്ങും പോകുന്നോലല്ല നമ്മൾ പോകേണ്ടത്. ഒരുങ്ങി ഹല്ലേലൂയ പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഇവിടെ കാണിക്കുന്നു 3 സഹോദരിമാരുടെ ഒരുക്കം. അവര് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അവർ ചിലതൊക്കെ വാങ്ങിച്ച് സുഗന്ധവർഗം മേടിച്ച്, അത് ഏറ്റവും ശ്രേഷ്ഠമായി അത് മേടിച്ചിട്ട് ഒരുക്കത്തോടെ അവരിയ്ക്കുക. എന്തിനു വേണ്ടിയാ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അങ്ങക്ക് അവിടെ ചെല്ലണം. അങ്ങനെയാണെങ്കിൽ അവരത് ഉറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ചെല്ലണമെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ നടത്തി റെഡിയായിട്ടിരിക്കണമെങ്കിൽ ആ സഹോദരിമാരുടെ കാഴ്ചപ്പാട് വലുതാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ പറ്റുമോ, കർത്താവെ, എന്നിലുള്ള കാഴ്ചപ്പാട് യേശുപ്പായെ കാണണമെന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ ജീവിതത്തിൽ വലുതാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ വെറുതെ പോകുവാനല്ല നമ്മളെ ദൈവം കൊണ്ടുവന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞിട്ട് പോകാനാ. ഹല്ലേലൂയ. അവിടെ വന്ന സഹോദരിമാരുടെ ഒരുക്കം എന്താ? അവരവിടെ വിടുതൽ കണ്ടു. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ആ കല്ലറയിൽ വന്നപ്പോൾ എന്താ, കല്ലറ വാതിക്കൽ നിന്ന് അവിടെ സഹോദരിമാര് ഭാരപ്പെടുക. ആരാ എനിക്ക് വേണ്ടി അല്ല ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കല്ലുരുട്ടി മാറ്റുന്നല്ലേ? ഇതുപോലെ പലപ്പോഴും നമ്മളും ഭാരപ്പെട്ടിട്ടില്ലേ? പല മേഖലയിലും വന്നിന്ന് ഭാരപ്പെടുന്നില്ലേ ഇപ്പോഴും അല്ലേ? പ്രസന്റ്ലി നമ്മൾ ഭാരപ്പെടുന്നു. കർത്താവെ, എനിക്ക് വേണ്ടി ആരാ കല്ലൊന്ന് ഉരുട്ടി മാറ്റുന്നത്? ഹല്ലേലൂയ. അതിന്റെ മറുപടി അതിനപ്പുറം തന്നെ ഉണ്ട്. നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയ നിന്റെ മുൻപിൽ നിൽക്കുന്ന കല്ലൊരു വിഷയമല്ല, വലിയ ഭാരമുള്ളതായിരിക്കാം വിഷയം. ഹല്ലേലൂയ. കർത്താവ് എന്ന് പറയുക, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് മക്കളെ. ഹല്ലേലൂയ. മുൻപോട്ട് കടന്നുപോയാ മതി. നിനക്കൊരു ഒരുക്കം മാത്രം മതി. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം അറിഞ്ഞവർക്ക് ഹല്ലേലൂയ പറയുവാൻ കഴിയോ? ഹല്ലേലൂയ. ഞാൻ കടന്നു പോകുന്നത് എൻ്റെ യേശുപ്പാടെ സാന്നിധ്യം അറിഞ്ഞു യേശുപ്പയെ കാണാൻ വേണ്ടിയിട്ടാ. അല്ലെ, എൻ്റെ മുൻപിൽ നിൽക്കുന്ന കല്ല് ഇനി മേലാൽ ഉണ്ടാവത്തില്ല. ഓ റീഖാമാന ശംദരാരഗച്ചരാജകന രീതൽ പ്രൗഢര. എത്ര പേർക്ക് പറയുവാൻ കഴിയോ? ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഹൃദയങ്ങളിൽ ചില കല്ലുപോൽ ഉരുട്ടിവെച്ച ചില വേദനകൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിനകത്തെ കല്ലുപോലിരിക്കുന്നത് കട്ടിയായ ചില അനുഭവങ്ങൾ കർത്താവ് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയ ആ കല്ലുകൾ ഉരുട്ടുമാറ്. ഓ റീഖാമാന ശംദല രഗച്ചരാജകന രീതലബലവ ശംദൽ പ്രൗഢരാധന. ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ അതിനെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായ ജീവിതത്തിനകത്ത് അനുഭവങ്ങളിൽ അല്ലെ സന്തോഷത്തോടെ നിൽക്കാൻ ഹല്ലേലൂയ ഉരുട്ടിവെച്ച പല കല്ലുകളോ അല്ലെങ്കിൽ ശത്രു തന്നെ എടുത്തു മാറ്റും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് എന്താ, ആരും ഉരുട്ടി മാറ്റേണ്ടി വന്നില്ലല്ലേ? ഹല്ലേലൂയ. ലാസർ അകത്തിരുന്നപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, കല്ലുരുട്ടി മാറ്റുവിന്നല്ലേ? ഉരുട്ടി വെച്ചവരെ കൊണ്ട് മാറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ അകത്തിരിക്കുന്നത് ആരാ? ജീവനാ അല്ലേ? ജീവനകത്തിരിക്കുന്നത്. ജീവനകത്തിരിക്കുമ്പോൾ മരണത്തിന് ജയിക്കാൻ പറ്റുമോ? ആമേ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ജീവനായവൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ മരണത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല, ശത്രുവിന്റെ പദ്ധതിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അവിടെ ഉരുട്ടി വെച്ച ഒരു കല്ലിനും അവിടെ ഇരിക്കാൻ പറ്റിയില്ല അല്ലേ? അകത്തിരിക്കുന്ന യേശു കർത്താവാ. ഹല്ലേലൂയ. ജീവന്റെ ജീവനായ കർത്താവ്
കർത്താവ്, ഹല്ലേലൂയ, അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ്, ജീവൻ കൊടുത്തവനെ അകത്തു പൂട്ടിവെക്കാൻ ആർക്കും കഴിയത്തില്ല. ലാസറിനെ ഒരുപക്ഷെ കെട്ടിവെക്കാൻ പറ്റുമായിരിക്കാം, അല്ലെ ലാസറിനെ ഒരുപക്ഷെ കല്ലറയ്ക്ക് കല്ലെടുത്ത് ഉരുട്ടി വെക്കാൻ പറ്റുമായിരിക്കാം, ഹല്ലേലൂയ. പക്ഷേ ഇവിടെ വേറെയാ, ആള് വേറെയാ, ഹല്ലേലൂയ. വിചാരിച്ച ആളല്ല അകത്തിരിക്കുന്നത്, ജീവന്റെ ദാതാവ് അകത്തിരിക്കുന്നത്. യേശു കർത്താവിനെ ഹല്ലേലൂയ പൂട്ടിവെക്കാമെന്ന് ശത്രു പ്ലാൻ ചെയ്തു. ശത്രു സന്തോഷിച്ചു. അവിടെ ക്രൂശീകരണം കണ്ടപ്പോഴും അവൻ ചിരിക്കുക. പക്ഷേ അല്ലെ കർത്താവ് പറയുക, എന്നെ ഒരു കല്ലറയ്ക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അല്ലെ പൈതലേ, നിനക്ക് വേണ്ടിയാ ഞാൻ വന്നത്. നിനക്ക് വേണ്ടി വന്നെങ്കിൽ അകത്തന്നെ അടച്ചു വെച്ചിട്ട് നിന്നെ ഞാൻ വിട്ടുകളഞ്ഞിട്ട് പോകത്തില്ല. മൂന്നാം നാൾ ഞാൻ ഉയർക്കും. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഉടകന രാധലബലവ ശബ്ദ പ്രൗഢരം ധരാജകന രീത പ്രൗഢരാധന, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുക. മൂന്നാം ദിനത്തിൽ ചില ഉയർപ്പുകൾ മൂന്നാം ദിനത്തിൽ ചില വിഷയങ്ങളുമായി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുക, മൂന്നാം ദിവസം നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകളാ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കാമോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടിട്ട് മിണ്ടാതിരുന്നാൽ ഒന്നും പ്രാപിച്ചിട്ട് പോകാൻ പറ്റത്തില്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാ പറയുക, കർത്താവ് വരെ ഉറക്കെ വിളിച്ചോ. ഇന്ന് പകൽക്കാലം ഉറക്കെ ഒന്ന് വിളിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കും വാതില്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ഉറക്കെ വിളിക്കുന്നവന്റെ മുമ്പിലാ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുക, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തന്നതാ. കർത്താവ് ലാസറിന്റെ മുമ്പിൽ വന്നിട്ട് വെറുതെ ചെറുതായി അല്ല വിളിച്ചതല്ലേ, ഉറക്ക വിളിച്ചെന്ന് എഴുതുന്നുണ്ട്. അപ്പം കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്ത് വിളിക്കണമെങ്കിൽ അത്യുച്ചത്തിലായിരിക്കും കർത്താവ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മളൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ എത്ര ശബ്ദം എടുക്കുന്നുണ്ട് അല്ലേ? ഒരു നിമിഷം ദൈവസന്ധി ചിന്തിച്ചു നോക്കെ, ഈ ജീവൻ തന്ന കർത്താവിനെ വിളിക്കാൻ എത്ര പേര് ശബ്ദം എടുക്കുന്നുണ്ട്? ദൈവത്തിന് വേണ്ടി ശബ്ദം എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ ഉയർത്തുന്ന ശബ്ദത്തിനകത്ത് പ്രവർത്തിക്കും ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അങ്ങനെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പദ്ധതികൾ വെളിപ്പെടട്ടെ. എവിടേക്കോ കെട്ടിവെച്ചിരിക്കുന്ന ചിലത് പുറത്തു വന്നു, പക്ഷേ കെട്ടുകൾ ഇപ്പോഴും അഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, ചിലതിന്റെ കെട്ടുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് അഴിക്കും. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന്, യേശുവിന്റെ ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത് ഒരു പിശാചിനെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പറയുന്നു, ഈ ആലയത്തിനകത്തിരിക്കുന്ന ചില കെട്ടിവെച്ചതിനെ ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകൽക്കാലം അഴിക്കുകയാ. ഉടകന രാധലബലവ ശബ്ദ പ്രൗഢരാധന റീബലബലവ ശബ്ദ പ്രൗഢരാധന. നിന്റെ ശബ്ദത്തിനകത്ത് വിടുതലുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ നാവ് തുറന്ന് ശബ്ദമെടുക്കുമ്പോൾ ശത്രുക്കൾ അലറി ഓടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേട്ടു പുറത്തു വരാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളവിടെ കാണുന്നു അല്ലേ, നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റുമെന്ന്. അവിടെ അവർ തമ്മി പറഞ്ഞുകൊണ്ട് പോകുക. പക്ഷേ ഹല്ലേലൂയ, അവർ പറയുന്ന അവിടെ ചെല്ലുമ്പോൾ കാണുന്ന എന്താ? അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അല്ലേ. അവിടെ ആരോ ഉരുട്ടിക്കളഞ്ഞതാ അല്ലേ. ആരോ അവിടെ ഉരുട്ടിക്കളയുന്നത് വ്യക്തമായി കാണുന്നു. അവിടെ ദൂതന്മാരുടെ പ്രസൻസ് അല്ലേ. ഹല്ലേലൂയ. അവിടെ ആരും ഉരുട്ടാൻ ആരെയും വിളിച്ചില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവിനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചപ്പം മുതൽ അവിടെ ഒരു വലിയ സൈന്യമുണ്ട്. ഹല്ലേലൂയ, കാവലായി. ഹല്ലേലൂയ, അവിടെ ഒരു വലിയ സൈന്യമുണ്ട്. റോമൻ ഇമ്പീരിയൻ മുദ്രയ്ക്ക് പോലും പൊട്ടിക്കാൻ ഹല്ലേലൂയ അതിനകത്ത് വെച്ച് പൂട്ടി വെച്ചപ്പോൾ ഒരു ഇമ്പീരിയൽ മുദ്രയ്ക്കും കർത്താവിനെ അകത്ത് വെക്കാൻ കഴിഞ്ഞില്ല. ഒരു കല്ലറയ്ക്കും എത്ര ചങ്ങലകൾ, ശക്തിയുള്ള ചങ്ങലകൾ അല്ലെങ്കിൽ കല്ലറയുടെ വാതിലിനെ ഇട്ട് ക്രോസ് ചെയ്ത് വെച്ചപ്പോൾ അല്ലെങ്കിൽ അവിടെ കല്ലുരുണ്ടി മാറെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ അല്ലെങ്കിൽ അടച്ചു വെക്കാനോ പൂട്ടി വെക്കാനോ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു ദുഷ്ടലോകത്തിന് ദൈവത്തിന്റെ ശക്തിയെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമം എൻ്റെ നാവ് കൊണ്ട് എടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ചില വിടുതൽ ഞാൻ രുചിച്ചറിയുമെന്ന്. യേശുവിന്റെ നാമം നീ നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ മാത്രമേ വിടുതൽ നടക്കൂ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാവിനകത്ത് തന്നിരിക്കുന്ന അധികാരം വലുതാ.
അത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ നാവെടുത്ത് കൽപ്പിക്കുന്ന ഒരു വാക്ക്, ഹല്ലേലൂയ, അതിനകത്ത് വലിയ പ്രവൃത്തിയുണ്ട്. മിണ്ടാതിരിക്കാൻ ശത്രു നോക്കും അല്ലേ. എവിടെയൊക്കെ ചെന്നല്ലേ അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവിടെ എന്താ അവരോട് പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ടല്ലേ, അല്ലെ, ശിഷ്യന്മാർ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവരോട് പറയുന്നത്, നീ മിണ്ടാതിരിക്കാൻ, ആ നാമം ഇനി എടുക്കരുത്. ഏത് നാമോ? അല്ലെങ്കിൽ യേശു എന്ന നാമം. അതാ അവർക്ക് പ്രശ്നം. പിശാചിന് ഏറ്റവും പ്രശ്നം എന്താ? യേശു എന്ന നാമം നിന്റെ നാവിനകത്ത് ഉയരുന്നതാ. പക്ഷെ അതെടുക്കാതിരിക്കാൻ മാക്സിമം അവൻ നാവിനെ അടക്കും. പക്ഷേ അല്ലെ, ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എൻ്റെ നാവിനെ അടക്കാൻ ശത്രുവിന് കഴിയത്തില്ല. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനായ ഒരു തമ്പുരാനുണ്ട്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ജീവനോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവും മിടുക്കുമല്ല, അല്ലെങ്കിൽ എന്നേക്കാൾ മിടുക്കർ അനേകർ ഇന്ന് പകൽക്കാലം കാണാതെ, ഒരു ആരാധനയ്ക്ക് കടമോ പോകുവാൻ പോലും കഴിയാതെ ജീവൻ വിട്ട് ലോകം വിട്ടു പോകേണ്ടി വന്നപ്പോൾ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണയാല, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാല, ഹല്ലേലൂയ. അതിനകത്ത് എന്താ? കല്ല് ഉരുട്ടി മാറ്റിയതായിട്ട് എന്താ കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അതിൻ്റെ വലിപ്പോടെ പറയുന്നുണ്ട്, ഏറ്റവും വലുതായിരുന്നു അല്ലെ. എത്ര വലിപ്പമേറിയതായാലും എന്താ, നമ്മുടെ പ്രാണനാഥനെ അവിടെ അടക്കി വെക്കാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. യേശു കർത്താവിനെ അവിടെ കല്ലറയ്ക്ക് ഒതുക്കി വെക്കാൻ കഴിയത്തില്ലെന്ന്. ഒരു കല്ലറയ്ക്കകത്ത് എന്താ നമ്മൾ കണ്ടത്? ലാസറിനെ അകത്തു വെച്ചു, ജീവനുള്ളവൻ പുറത്തു നിന്നു അല്ലെ. ജീവനുള്ള പുറത്തു നിന്നു. അവിടെ ഇവിടെ എന്താ? ജീവനുള്ളവൻ അല്ലെ, ജീവദാതാവായ ക്രിസ്തു അകത്തിരിക്കുന്നു അല്ലെ. പുറത്തു വന്നിരിക്കുന്ന കർത്താവിനെ കാണാൻ കൊതിച്ചു വന്നിരിക്കുന്നവരല്ലേ. ഹല്ലേലൂയ. കർത്താവ് പറയുക, അല്ലെ, ജീവൻ എന്നെ കാണുവാൻ കൊതിച്ചു വന്നിരിക്കുന്നവന്റെ മുമ്പിൽ ഒരു കല്ലും തടസ്സമായിട്ടിരിക്കത്തില്ല. ഈ രണ്ട് കല്ലറയ്ക്കും വ്യത്യാസമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്ക് ലാസർ പുറത്തു വരണമെങ്കിൽ യേശു കർത്താവോടെ വരേണ്ടി വന്നു. അല്ലെങ്കിൽ യേശു കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടാ ലാസർ വന്നത്. പക്ഷേ അല്ലെങ്കിൽ യേശുപ്പായെ അടക്കി വെച്ചിരുന്ന കല്ലറ, അതിന്റെ വാതില് തുറന്നത് ആരും തുറന്നു വെക്കേണ്ടി വന്നിട്ടില്ല. അവിടെ വന്നിട്ട് അയ്യോ ഈ കല്ല് എങ്ങനെ ഉരുട്ടി മാറുമെന്ന് ഭാരപ്പെടേണ്ടി വന്നിട്ടില്ല. അവിടെ വന്നപ്പോ എന്താ? അതിനു മുമ്പേ ഉരുട്ടി മാറ്റി കഴിഞ്ഞു. അതിനകത്ത് ചെന്ന് നോക്കുമ്പോൾ കർത്താവ് ഉണ്ടോ? ഇല്ല. ശത്രു എന്താ? പലപ്പോഴും ലജ്ജിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ ചിരിച്ചു മാറി നിന്നു, നിന്നെ അടച്ചു വെച്ചെന്ന് പറഞ്ഞ്. പക്ഷെ കർത്താവിനെ അങ്ങനെ അടച്ചിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാ വന്നത്? നമുക്ക് വേണ്ടിയാ ഈ ലോകത്തിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനകത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ള നിലയങ്കി ധരിച്ചൊരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു ഭ്രമിച്ചു. അവൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. അവിടെ ആ ലാസറിനെ അടക്കിയത് ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം, ഒരു വേർഡ് പറയാം. മരിച്ച ലാസർ പുറത്തു വന്നെന്നല്ലേ. ഇവിടെ മരിച്ച യേശു പുറത്തു വന്നെന്നാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല. ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു അല്ലേ. മരിച്ച യേശുവിനെ ആണോ അന്വേഷിക്കുന്നത് ചോദിച്ചില്ല. കർത്താവിന് മരണമില്ല. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടു, പക്ഷേ കർത്താവ് എന്താ? ഉയർത്തെഴുന്നേറ്റു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് എന്താ ഇവിടെ കാണിക്കുന്ന? രണ്ട് കല്ലറയ്ക്കകത്തോ യേശുപ്പാടെ സാന്നിധ്യമുണ്ട് അല്ലെ. ലാസറിന്റെ കല്ലറയിലെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പുറത്ത്, ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഇപ്പുറത്തെ കല്ലറയ്ക്ക് വന്നപ്പോൾ ദാഹത്തോടെ വന്ന 3 സഹോദരിമാരുടെ മുൻപിൽ ഹല്ലേലൂയ കല്ലുരുട്ടി മാറ്റി. കർത്താവ് അതിനകത്തില്ലായിരുന്നു അല്ലേ. ജീവൻ പ്രാപിച്ചവൻ അവിടെ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ആരെങ്കിലും വിളിച്ചിട്ടാണോ എഴുന്നേറ്റത്? അവിടെ യേശുവിനെ ഉയർത്താൻ ആരും വരേണ്ടി വന്നില്ല അല്ലേ. കാരണം എന്താ? ഹല്ലേലൂയ, ജീവൻ ഉള്ളവൻ തന്നെ അകത്തിരിക്കുന്നത്. ജീവൻ പ്രാപിച്ചവനെ വീണ്ടും ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. ഹല്ലേലൂയ. ജീവൻ പ്രാപിച്ചവൻ ജീവൻ പ്രാപിച്ച് തന്നെ പുറത്തു വരും. അല്ലെങ്കിൽ ജീവൻ കൊടുക്കേണ്ടത് ആർക്കാ? മരിച്ചവർക്കാ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതല്, ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരല്പസമയം ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ജീവനറ്റ ചില വിഷയങ്ങളുടെ മധ്യത്തില് അല്ലെങ്കിൽ ലാസറിനെ പോലെ അടയ്ക്കപ്പെട്ട് കിടക്കേണ്ടി വന്നു. അല്ലെങ്കിൽ സമയത്ത് മരിക്കേണ്ടവനായിരുന്നില്ല. അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ഒന്നും നിവർത്തീകരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ദൈവ പൈതലെ, നിന്റെ വാഗ്ദത്തവുമായി നിന്നെ എവിടേക്കോ അടച്ചു വച്ചിരിക്കുന്ന മേഖലകളുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നീ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഒരു ശത്രുവിനും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നിന്നെ കെട്ടിയ കെട്ടുകൾ ഇന്ന് പകൽക്കാലം കർത്താവ് അഴിക്കോ. നിന്റെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന തടസ്സത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് എടുത്തു മാറ്റോ. വിശ്വസിക്കാൻ തയ്യാറുള്ളവര് ദൈവസന്നിധിയിൽ ഒന്ന് നാവിനെ തുറന്നൊന്ന് സ്തുതിച്ചേ. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന്
സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ദൈവസന്നിധിയിലെ കർത്താവ് ദൈവമക്കളെ നാവടച്ചു വച്ചിരിക്കല്ലേ. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ വരുന്നതൊന്ന് തിരിച്ചറിയ. ചില വിടുതലുകൾ ഹല്ലേലൂയ ഞാൻ ഇവിടെ വന്നതുകൊണ്ടോ, നിങ്ങൾ ആരും ഇവിടെ വന്നതുകൊണ്ടോ അല്ല. അല്ലെങ്കിൽ നസ്രേനായ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ ദാതാവ്, ജീവന്റെ ദാതാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ജീവനറ്റ വിഷയത്തിനകത്ത് മറുപടി ലഭിക്കും യേശുവിന്റെ നാമത്തിൽ. റിഗന രഗന ശബ്ദൽ പ്രൗഢരാധന റീവലവലവ ശബ്ദൽ പ്രൗഢരം ദരാജകന റീതലവലവ ശബ്ദ പ്രൗഢരാധന. അല്ലെങ്കിൽ ജീവനുള്ളവൻ ഉറക്ക വിളിച്ചാൽ ജീവനറ്റത് പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ളവനെ അടച്ചു വെക്കാൻ നോക്കിയാൽ ഹല്ലേലൂയ ഒരു ശത്രുവിനും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുപ്പ ഈ വചനത്തിന്റെ മുമ്പിൽ കർത്താവെ ദൈവജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പ ഇന്ന് പകൽക്കാലം ദൈവവചനം ശക്തമായി കർത്താവ് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവെ അടിയനേറ്റെടുക്കുന്ന അപ്പ ഹല്ലേലൂയ ഒരു ശത്രുവിനും അടച്ചു വെക്കാൻ കഴിയാത്ത മേഖലയില്ല. ഹല്ലേലൂയ. ഒരു പിശാചിനും എന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ജീവനുള്ള കർത്താവ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ജീവൻ പ്രാപിച്ച് ഈ ദിവസങ്ങളെ കർത്താവെ പുറത്തു വരട്ടപ്പ. കെട്ടപ്പെട്ടവരായിരിക്കുവാൻ ആരെയും അനുവദിക്കരുതേ കർത്താവെ. ഈ ദിവസങ്ങളിലപ്പ ഈ സഭയ്ക്കകത്ത് ദൈവജനത്തിന്റെ ഗണകത്ത് ഹല്ലേലൂയ കെട്ടിവെച്ച ചില ബന്ധനങ്ങളെ കർത്താവെ ഹല്ലേലൂയ കെട്ടിയവനെ കൊണ്ട് തന്നെ കർത്താവെ അഴിപ്പിക്കുന്ന ഹല്ലേലൂയ ദിവസങ്ങളാകിയാൽ സ്തോത്രം. വരും ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ജനത്തെ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കുമറങ്ങണമേ. ജീവിതത്തിൽ വിടുതൽ കാണാതെ കെട്ടപ്പെട്ടവനായി ഹല്ലേലൂയ നാളുകളായി അടയ്ക്കപ്പെട്ടിരുന്ന ചില മേഖലകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ തൊടുമെന്ന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ദൈവശബ്ദത്തിന് മുമ്പിൽ ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ 3 ദിവസം കഴിയുമ്പോൾ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയോ, പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ വിഷയോ 3 ദിവസം കഴിയുമ്പോൾ അത് ഉയർക്കുന്ന പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദൈവവചനത്തിനകത്ത് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, യുവജനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ ഞങ്ങൾക്ക് ജീവൻ തന്ന ഹല്ലേലൂയ നല്ലവനായ ഒരു യേശുപ്പ ഞങ്ങളോട് കൂടെയുണ്ട്. ഒറ്റയ്ക്ക് നിൽപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഞങ്ങളുടെ കരം പിടിച്ച് ഹല്ലേലൂയ അന്ത്യം വരെ നടത്താമെന്ന് ശക്തനായി നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തൊരു യേശു കർത്താവ് ഞങ്ങളോടൊപ്പമുള്ളതിനായി സ്തോത്രം. കർത്താവ് ഏൽപ്പിച്ചു തരുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അടിയനെ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. സകല മാനവും മഹത്വം എല്ലാം എൻ്റെ യേശുപ്പായ്ക്ക് സമർപ്പിക്കുന്നു. വരവിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.